السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على حبيب رب العالمين وعلى الآل والأصحاب كلهم أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يكف بربك أنه على كل شيء شهيد. ബഹുമാന്യരായ മഅദിൻ ചെയർമാൻ ശൈഖുന ബദറുസ് സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ അധ്യക്ഷത വഹിക്കുന്ന ഈ ലിറ്ററേച്ചർ പരിപാടികൾ നമുക്ക് ഹൃദ്യമാക്കാൻ എല്ലാ അർത്ഥത്തിലും ഭംഗിയാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനുഷ്യൻ ഈ ഭൂമിയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഇടപെടലിൻ്റെ, ഭരണത്തിൻ്റെ ഉദാത്തമായ നിർവഹണമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹു ഭൂമി മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും മനുഷ്യരിൽപ്പെട്ട പാവപ്പെട്ടവരെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയും പ്രയാസങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അത് നീക്കിക്കൊടുക്കുകയും അങ്ങനെ ഭരണ നിർവഹണത്തിലൂടെ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യന്റെ ദൗത്യം. വിദ്യാർത്ഥികൾ, മഅദിൻ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവിടെ പരിശീലനത്തിലൂടെ ആ മേഖല കീഴടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. The arts have been classified as 7: painting, architecture, sculpture, literature, music, performing and cinema. ഈ 7 ഘടകങ്ങളായിട്ടാണ് കലയെ ഭാഗിച്ചിട്ടുള്ളത്. ആ 7 ഘടകങ്ങളിൽ വിദ്യാർത്ഥികൾ നമ്മുടെ ശരീഅത്ത് കോളേജുകളിൽ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു കലയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന കലയും സാഹിത്യവും ഉൾക്കൊള്ളുന്ന ഘടകം. എന്തിനാണ് വിദ്യാർത്ഥികൾ കലയെപ്പറ്റി പഠിക്കുന്നത്, അല്ലെങ്കിൽ സാഹിത്യ മേഖലയിൽ അവർ വളരാൻ ആഗ്രഹിക്കുന്നത് എന്ന് നാം അന്വേഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, മനുഷ്യൻ ഇടപെടുന്ന സമയത്ത്
അവൻ്റെ ഭരണനിർവഹണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വാക്കുകൾ ഭംഗിയുള്ളതായി തീരണം. വഖൂലു ലിന്നാസി ഹുസ്ന, അവൻ്റെ സംസാരങ്ങൾ മനോഹരമായിരിക്കണം. അവൻ്റെ പ്രഭാഷണം ആരെയും വിഷമിപ്പിക്കുന്ന രൂപത്തിൽ ആകരുത്. ഇന്നമിൻ മൂജിബാത്തിൽ മഗ്ഫിറത്തി ഇദ്ഹാല സുറൂർ അലാ ഖൽബിൽ മുസ്ലിം, നല്ല സന്തോഷിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം വായിൽ നിന്ന് വരുന്നത്. പോസിറ്റീവ് എനർജി നൽകുന്ന നല്ല വാക്കുകൾ തിരഞ്ഞെടുത്ത് അത് ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ വാക്കുകളിൽ കല ഉണ്ടാവുകയുള്ളൂ. കല ആസ്വദിക്കാൻ മാത്രം മനുഷ്യന് വളരെ മധുരമുള്ളതായിരിക്കും. മുമ്പ് ഒരു വീട്ടിൽ ഭക്ഷണത്തിൻ്റെ സദ്യയിൽ ഇരുന്നപ്പോൾ ആ വീട്ടിലെ പാചകം ചെയ്യുന്ന സഹോദരി നല്ല ആപ്പിൾ ഭംഗിയായി കഷ്ണിച്ച് അത് ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന സഹോദരൻ ആ ആപ്പിൾ ഡൈനിങ് ടേബിളിൽ നിന്ന് എടുക്കാൻ വളരെ മടിച്ചു നിന്നു. അവസാനം അത് തിന്നാതെ അവിടുന്ന് എഴുന്നേറ്റു. എന്താണ് കാരണം? ആ ആപ്പിൾ അത്ര മനോഹരമായിട്ടാണ് കഷ്ണിച്ച് വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഒന്നെടുത്താൽ അതിൻ്റെ കലാഭംഗി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടാൽ അത്രയും മനോഹരമായി അത് അലങ്കരിച്ച ആ സ്ത്രീയുടെ മനസ്സിന് വേദന തട്ടും. അതുകൊണ്ട് തിന്നാതെ എഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞതുപോലെ അത്രയും കൂടുതൽ ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു മേഖലയാണ് കല. ചില പ്രഭാഷണങ്ങൾ മണിക്കൂറുകളോളം നാം കേട്ടു നിൽക്കാനുള്ള കാരണം ആ വാക്കുകളുടെ അവതരണങ്ങളും അതിൻ്റെ ശൈലികളുമാണ്. കഴിഞ്ഞ ദിവസം ഒരു നിക്കാഹിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് തങ്ങളായിരുന്നു ആ നിക്കാഹിൻ്റെ കർമ്മത്തിന് നേതൃത്വം നൽകിയത്. വധുവിനെയും വരനെയും ഏറ്റവും നല്ലവരായി അവതരിപ്പിക്കുകയും അവർക്ക് നല്ലൊരു പ്രാർത്ഥന സമ്മാനിക്കുകയും ചെയ്യേണ്ട ആ സദസ്സിൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരു കഥ അവിടെ അവതരിപ്പിച്ചപ്പോൾ കേട്ടുനിന്ന മുഴുവൻ ആളുകളും അത് എത്ര ശ്രദ്ധയോടെയാണ് അത് ആസ്വദിച്ചത് എന്ന് ഞാനിങ്ങനെ ഓർത്തുപോയി. എന്ന് പറഞ്ഞാൽ മഅദീനിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, ആധുനിക സമൂഹത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും അവർ ജനങ്ങളോട് പറയുന്ന വിഷയങ്ങൾ വളരെ മനോഹരമായി സ്വീകാര്യത ലഭിക്കുന്ന രൂപത്തിൽ അവർ അവതരിപ്പിക്കാൻ പഠിക്കണം. അത് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയമാണ്. അതുപോലെ തന്നെയാണ് കലയുടെ രണ്ട് ദൗത്യങ്ങൾ. അതിൽ ഒന്ന് ഇവിടെ പറയുകയുണ്ടായി. ഒന്ന്, വിവരമില്ലാത്ത ആളുകൾക്ക് വിവരങ്ങൾ ആകർഷകമായ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സംഭവം ഇവിടെ അദ്ദേഹം നേരത്തെ നമ്മൾ കേട്ടി സൂഫി സാഹിത്യകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു പുസ്തകത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു. മനുഷ്യനിൽ ധർമ്മബോധം ഉണ്ടാക്കണം എന്നത് ലോകത്തിൻ്റെ ആവശ്യമാണ്, അനിവാര്യതയാണ്. പക്ഷെ അതെങ്ങനെ അവതരിപ്പിക്കും? പുതിയ കാലത്ത് അത് അവതരിപ്പിക്കുവാനുള്ള ഒട്ടേറെ വഴികൾ സാഹിത്യകാരന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും. വിജ്ഞാനമില്ലാത്തവർക്ക് വിജ്ഞാനം നൽകാനുള്ള വാക്കുകളും അതുപോലെ എഴുത്തുകളും ആകർഷകമാക്കാനുള്ള മാർഗങ്ങൾ
വിദ്യാർത്ഥികൾ അത് കണ്ടെത്തി പഠിക്കണം. കലയുടെ ഒരു ധർമ്മം അതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മം കലയിലൂടെ പാവപ്പെട്ട ആളുകളുടെ പരിതാപകരമായ അവസ്ഥ സമൂഹത്തിൻ്റെ മുൻപിൽ ഉയർത്തിക്കാണിക്കാൻ കലകൾക്ക് കഴിയുന്നത് പോലെ വേറെ ഒന്നിനും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കവിത, അത് ആസ്വദിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ബൂസൂരി ഇമാമിൻ്റെ കവിത അത് ഏതെല്ലാം രൂപത്തിൽ ചൊല്ലാം എന്ന പഠനമാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ആ ഒരു മേഖലയിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. പല ശൈലിയിലും അതിങ്ങനെ ചൊല്ലി കേൾക്കുന്ന ആളുകളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെ ചൊല്ലുന്നതിലുള്ള വൈവിധ്യങ്ങളിലാണ് നാം ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ സാഹിത്യം മറ്റൊരു ഭാഗത്ത് അതിൻ്റെ പ്രാധാന്യം നമുക്ക് കാണാം. ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തിരുനബി ലോകത്തെ ഏറ്റവും കൂടുതൽ കലാപരമായി ജനങ്ങളെ സമീപിച്ച നേതാവാണ്. ആ നേതാവ് കൊണ്ടുവന്ന സാഹിത്യത്തെ വെല്ലുന്ന മറ്റൊരു സാഹിത്യം ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം അതിൽ നാം കാണുന്നത് ഒന്ന് ധർമ്മബോധം ഉണ്ടാക്കുക എന്നതും മറ്റൊന്ന് പാവപ്പെട്ട ആളുകളുടെ കഷ്ടപ്പാടുകൾ സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ച് അവരോട് അനുകമ്പയുള്ളവരായി സമൂഹത്തിലെ പണക്കാരെയും അല്ലാത്തവരെയും മാറ്റിയെടുക്കുക എന്ന വലിയൊരു ധർമ്മം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിത്യത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്, കലയിലൂടെ ഉണ്ടായിട്ടുണ്ട്. ബൂസരി ഇമാമിൻ്റെ ഒരു വരി നിങ്ങൾ കേൾക്കുക. മക്ഫൂലതൻ അബദൻ മിൻഹും ബിഖൈരി അബി വഖൈരി ബഅലിൻ ഫലം തൈതം ഫലം തഇമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഖുർആന്റെ വാക്യങ്ങൾ, ആ തിരുനബിയിലൂടെ ലോകം കേട്ടിട്ടുള്ള നബി വചനങ്ങൾ, ആ ഖുർആനും നബി വചനവും എടുത്തു നോക്കിയാൽ നമുക്ക് രണ്ട് കാര്യം അതിൽ കാണുന്നു. മല കയറുന്ന കഥകളും മലയിൽ നിന്ന് ഇറങ്ങുന്ന കഥകളും. അങ്ങനെയാണ് ഇസ്ലാമിലെ സാഹിത്യത്തെ മലപ്പുറത്ത് വെച്ച് നാം പ്രത്യേകമായി വിലയിരുത്തേണ്ടത്. കഥ മുകളിലേക്ക് പോകുന്നുണ്ട്, ഹിറയിൽ നിന്ന് കഥ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. സൗറ് എന്ന് പറയുന്ന മലയും ഹിറ എന്ന് പറയുന്ന മലയും ദീസലം എന്ന് പറയുന്ന മലയും ഖാഫ് എന്ന് പറയുന്ന കൽപ്പിക മലയുമെല്ലാം ഖുർആനിലും ഇസ്ലാമിക ചരിത്രത്തിലും നാം കാണുമ്പോൾ പാവപ്പെട്ട ആളുകളുടെ ദുഃഖങ്ങൾ സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ച് അവരുടെ കഷ്ടപ്പാടുകൾ ദൂരീകരിക്കാൻ പണക്കാരിൽ നിന്ന് പണം വാങ്ങി അത് പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് ഒഴുക്കിക്കൊടുക്കുക എന്ന വലിയൊരു ധർമ്മം അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി മനുഷ്യന്റെ തലയിൽ അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ വലിയ ഒരു ഉത്തരവാദിത്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് എന്ന് സാഹിത്യകാരനായ ബൂസരി ഇമാം അദ്ദേഹത്തിന്റെ വരികളിലൂടെ പറയുന്നത് കാണാം. മക്ഫൂലതൻ അബദൻ, കഫാലത്ത് ലഭിച്ചിട്ടുള്ളവരാണ് മഹാന്മാരായ സ്വഹാബിമാർ. സ്വഹാബിമാർക്കെല്ലാം കഫാലത്ത് ലഭിച്ചിട്ടുണ്ട്. കഫാലത്തിനൊക്കെ വിശാലമായ അർത്ഥതലങ്ങൾ ഉണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. എങ്ങനെയാണ് ആ കഫാലത്ത് എന്ന് പറയുന്ന സുരക്ഷിതത്വം അല്ലെങ്കിൽ സേഫ്റ്റി, സംരക്ഷണം സ്വഹാബിമാർക്ക് ലഭിച്ചിട്ടുള്ളത്? അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഒരു പിതാവ് മരണപ്പെട്ടു പോയാൽ ഒരു കുട്ടിക്ക് കഫാലത്ത് അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ ലഭിക്കുകയില്ല. അവിടെ ആ കഫാലത്ത് നൽകുന്നതിന് വേണ്ടി, സേഫ്റ്റി അവിടെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവിടെ ഒരു വലിയ ലീഡറായി കടന്നു വന്ന ആളാണ് ഹബീബ് റസൂലുള്ളാഹി. ആ നേതാവിനെയാണ് നാം പിന്തുടരുന്നത്. നാട്ടിലും പരിസരത്തും എവിടെയെല്ലാം
സുരക്ഷിതത്വം ഭീഷണിയിലായി കഴിയുന്ന ആളുകളുണ്ടോ, അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അത് ഭംഗിയായി നിർവഹിക്കാനുള്ള പരിശീലനം വിദ്യാർത്ഥി ജീവിതത്തിൽ തന്നെ ഉണ്ടാകണം. വിദ്യാർത്ഥികൾ അത്തരം വിഷയങ്ങളെപ്പറ്റി പഠിക്കുകയും ആ ഒരു വികാരം അവരിൽ ഉണ്ടാവുകയും വേണം. അത് ആ കവിതയിൽ നാം കാണുന്നുവെങ്കിൽ ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. വിദ്യാർത്ഥികളുടെ ചെറിയ പ്രായത്തിൽ തന്നെ കാരുണ്യത്തിൻ്റെ വികാരം അവരിൽ രൂപപ്പെടാൻ ചിലപ്പോൾ പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും, ചിലപ്പോൾ നാടും നഗരവും വിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടി വരും. പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഉള്ള വെക്കേഷൻ സമയത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുണ്ട്. ബഷീറിൻ്റെ സാഹിത്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. ആ സാഹിത്യമൊക്കെ വീണ്ടും വീണ്ടും ആളുകൾ വായിക്കാനുള്ള കാരണം എന്താണ്? ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന് അറിവുകൾ ലഭിച്ചത് എവിടെ നിന്നാണ്? രണ്ട് രൂപത്തിലാണ് മനുഷ്യന് വിശാലമായ കാഴ്ചപ്പാടുകൾ ലഭിക്കുക. കാരുണ്യം ചെയ്യണമെന്ന ചിന്ത മനുഷ്യനിൽ ഉണ്ടാകണമെങ്കിൽ ഒന്ന് പരന്ന വായനയാണ്. വായനയിലൂടെ മനുഷ്യന്റെ മനസ്സ് വലുതാകുന്നു. സാഹിത്യത്തിൻ്റെയും കലയുടെയും ലോകത്തേക്ക് മനുഷ്യൻ ഉയർന്നു എത്തേണമെങ്കിൽ വായന വേണം. രണ്ടാമത്തെ ഘടകം സഞ്ചാരമാണ്. ബഷീർ ഇന്ത്യയുടെ പല ഭാഗത്തും സഞ്ചരിച്ചു. സ്വന്തം നാട്ടിൽ നിന്ന് അദ്ദേഹം വണ്ടി കയറി ബോംബെയിലെത്തുന്ന കഥ ആ പുസ്തകത്തിലുണ്ട്. യാത്രയിലൂടെ അദ്ദേഹം കാണുന്ന കേൾക്കുന്ന അനുഭവങ്ങളും കഷ്ടപ്പാടുകളും ആ മനസ്സിനെ വളരെയധികം സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തെപ്പറ്റിയല്ല ഇവിടെ ഞാൻ പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് ആത്മീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭിക്കാൻ വേറെ ഒരു സാഹിത്യവും വായിക്കേണ്ടതില്ല, ഖുർആനും സുന്നത്തും മാത്രം മതി. പക്ഷേ ചുറ്റി സഞ്ചരിക്കുമ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദുഃഖത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കഥകളാണ് പിന്നീട് ആ പുസ്തകത്തിൽ കയറി വരിക. ഏതെങ്കിലും പണക്കാരുടെ കുടുംബത്തിൽ സാഹിത്യകാരന്മാർ ഉണ്ടായിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് ആലോചിക്കുക. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ഏതെങ്കിലും ഒരു സഹോദരൻ ഇവിടെ സാഹിത്യകാരനായിട്ടുണ്ടോ? ഏതെങ്കിലും പുസ്തകം എഴുതിയിട്ടുണ്ടോ? എഴുതാൻ കഴിയില്ല. പുസ്തകം എഴുതാൻ കഴിയുന്നത് ആർക്കാണ്? കഷ്ടപ്പാടുകൾ അനുഭവിച്ചവർക്കാണ്. അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരോടൊപ്പം താമസിക്കുന്ന ആളുകളിൽ നിന്നാണ് സാഹിത്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മാദിൻ്റെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന വിശാലമായ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മർക്കസിൻ്റെ അല്ലെങ്കിൽ മാദിൻ്റെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിൽ ഉണ്ടാകേണ്ടത് ജനങ്ങളുമായി ഇടപഴകി അവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അറിയണം. അറിയുമ്പോൾ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു വികാരമാണ് പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന ചിന്ത. ആ ചിന്തയിൽ നിന്നാണ് സാഹിത്യങ്ങൾ വരുന്നത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും. അവിടെയാണ് അസീസുൻ അലൈഹി മാ അനിത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസഹ്യമാണ് മാ അനിത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവല്ല, ആ നബിക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. കഷ്ടപ്പാട് കാണുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ അടുത്തെത്തുമ്പോൾ അത് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്തൊരവസ്ഥ, അതിലേക്കാണ് മനുഷ്യനെ സാഹിത്യം എത്തിക്കേണ്ടത്. ആ ഒരു ധർമ്മം ഭംഗിയായി നിർവഹിക്കാൻ ധാരാളമായി വായിക്കുക, സഞ്ചരിക്കുക. ആ സഞ്ചാരത്തിലൂടെയും വായനയിലൂടെയും ജനങ്ങളെ കാണുക, കേൾക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്ത് എന്ന ആയത്തിൽ ഉള്ള ഒരു വാക്യമാണ് ഞാൻ നേരത്തെ ഇവിടെ ഓതിയത്. അവലം യക്ഫി ബി റബ്ബിക അലാ അന്നഹു ബികുല്ലി ശൈഇൻ ഷഹീദ്. അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു മഹത്വം അവൻ എല്ലാം കാണുന്നു എന്നതാണ്. എല്ലാം കാണുന്ന ഒരു വ്യക്തിക്ക്
കാണുന്ന സമയത്ത് ആ വിഷയങ്ങൾ പരിഹരിക്കാൻ കൂടി ഉള്ള ഒരു ചിന്ത രൂപപ്പെട്ടു വരുന്നു. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ അടിമകളും വളരേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിക്കുന്ന കാലത്ത് ആ നബിയെ പറ്റി ചില ആളുകൾ പറഞ്ഞു, ഹുവ ഉദുനുൻ, മുഹമ്മദ് നബി എല്ലാം കേൾക്കും, എല്ലാം നബിൻ്റെ ചവിട്ടിലെത്തും. അതിന് ഖുർആൻ മറുപടി പറയുന്നു, എല്ലാം വെറുതെ ഇങ്ങനെ കേൾക്കുന്ന ആളല്ല, ഖുൽ ഹുവ ഉദുനു ഖൈരിൻ, നല്ല കാര്യങ്ങളൊക്കെ ആ നബിയുടെ ചെവിയിലെത്തും, കേൾക്കുന്നതിൽ നന്മയുള്ളതെല്ലാം കാതുകളിലെത്തും. എന്നിട്ട് ആ വിഷയം ആ നേതാവ് പരിഹരിക്കുകയും ചെയ്യും. വിഷയങ്ങളുടെ പരിഹാരത്തിലേക്ക് മനുഷ്യനെ എത്താനുള്ള വഴി സാഹിത്യങ്ങളാണ്, കലകളാണ്. ധാരാളമായി കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ സ്വാധീനമുള്ള വ്യക്തികൾ ആരാണ്? സാഹിത്യകാരന്മാരാണ്. അതുപോലെ ഏറ്റവും വലിയ സാഹിത്യമായ ഖുർആനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉലമാക്കൾ, മതപണ്ഡിതന്മാർ, സ്ഥാപനങ്ങൾ നടത്തുന്ന ഗുരുവര്യന്മാർ, സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ തങ്ങളടക്കമുള്ള നമ്മുടെ സമൂഹത്തിൽ തിയറി പഠിച്ചിട്ട് അത് പ്രാക്ടീസിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ, സമൂഹത്തിൽ ഇത്രയും വലിയ സ്വാധീനം അവർക്കുണ്ടാവാനുള്ള കാരണം പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അവിടെ ഓടിയെത്തുന്നു. അത് സാഹിത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. വെറും എഴുതുക എന്നിട്ട് കിടന്നുറങ്ങുക അതല്ല സാഹിത്യം. അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ, പരിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറാ സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും ഡ്യൂട്ടികൾ എന്തായിരിക്കണം എന്ന് വിവരിക്കുന്ന സൂറത്തു ശുഅറാ എന്ന അധ്യായത്തിൽ പറയുന്നത് കാണാം. മലകളിലൂടെ വെറുതെ ചുറ്റി നടക്കുന്ന ആളുകൾ അവരല്ല യഥാർത്ഥ സാഹിത്യകാരന്മാർ. പിന്നെ ആ വാക്യത്തിന്റെ അവസാനം പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, കവിത എഴുതണം, അതുപോലെ ആർട്ടിസ്റ്റ് ആവണം. കലയുടെ 7 ഭാഗങ്ങൾ ഞാനിവിടെ വായിച്ചപ്പോൾ അതിൽ ഒന്നാണ് ലിറ്ററേച്ചർ. ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നത് വേറൊരു ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് ജനാബ് ഇവിടെ അക്കാഡമിക്കിൻ്റെ നൗഫൽ സാഹിബിനെ പോലെയുള്ള വളരെ വിശാലമായി ചിന്തിക്കുന്ന ധാരാളം വ്യക്തിത്വങ്ങൾ മയദൻ്റെ ക്യാമ്പസിലുണ്ട്. അവർ നിങ്ങൾക്ക് അത്തരം അറിവുകളൊക്കെ സമ്മാനിക്കുമ്പോൾ അത് വലിയ ഭാഗ്യമായി നാം കാണുക. ഈമാനും സാലിഹായ അമലും ഉണ്ടാവുകയും എന്നിട്ട് സാഹിത്യവും കലയും ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ ഈ ഭൂമിയിൽ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഏറ്റവും വലിയ സമൂഹം ആലിമീങ്ങൾ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ഉലമാക്കളെ വാർത്തെടുക്കാൻ പഴയ കാലത്തെ നമ്മുടെ നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നും അത് സാധിക്കണം. അതിനുള്ള വഴിയാണ് ലിറ്ററേച്ചറിൻ്റെ ഈ ലോകം. ഞാൻ പള്ളി ദർസിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഉപ്പയുടെ അടുത്താണ് ഞാൻ ആദ്യ ബാലപാഠങ്ങളെല്ലാം പഠിച്ചത്. അന്നവിടെ ഈ ലിറ്ററേച്ചർ എന്ന ആ പദമൊന്നും അന്നില്ല. അന്ന് സാഹിത്യ സമാജമാണ്. ആ സാഹിത്യ സമാജത്തിൽ എല്ലാ സാഹിത്യ സമാജത്തിലും അധ്യക്ഷൻ ബാപ്പ തന്നെയായിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് കുട്ടികളൊക്കെ അത് കഴിഞ്ഞിട്ട് ഉസ്താദ് അവിടുന്ന് പോകും. ഉസ്താദ് പരിപാടിയെല്ലാം കഴിഞ്ഞ് സ്വാഗതവും നന്ദിയും ഒക്കെ പിരിച്ചു വിട്ടിട്ടേ പോകും. എന്നാൽ എല്ലാവരുടെ വാക്കുകളും കേൾക്കുകയും അതിൽ ഏതെങ്കിലും തെറ്റുവന്നാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ തിരുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ട് ധാരാളം പ്രഭാഷകരെയും എഴുത്തുകാരെയും രൂപപ്പെടുത്തിയ വലിയ ഗുരുനാഥന്മാർ പഴയ കാലത്തുണ്ടായിട്ടുണ്ട്. ആ കാലത്ത് വേണ്ടതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഈ കാലത്ത് ആ അളവിൽ പോരാ. കാരണം പ്രതിയോഗികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ എണ്ണം പിന്നെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ കൂടി വന്നതോടുകൂടി നമ്മുടെ ഭാരം പിന്നെയും ഇരട്ടിച്ചിരിക്കുന്നു. ടെക്നോളജിയുടെ വിഷയത്തിൽ മൈദീൻ വളരെ മുമ്പിലെത്തിയ ഒരു സാഹചര്യം. മാത്രവുമല്ല, നമ്മുടെ നേതാക്കൾ ഇന്ന് കേരളത്തെ മാത്രമല്ല അവർ അറിഞ്ഞിട്ടുള്ളത്, അവരെ യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം പോയി അവിടെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയാണ് ഓരോ യാത്രയും കഴിഞ്ഞ് ഉസ്താദുമാരുടെ മുൻപിൽ കിതാബുകൾ പറഞ്ഞു തരുന്നത്. ആ കിതാബുകൾ പറഞ്ഞു തരുമ്പോൾ കിതാബുകളിലുള്ളത് മാത്രമല്ല ലോകത്തുള്ളത് മുഴുവനും നിങ്ങൾക്ക് അവർ സമ്മാനിക്കുകയാണ്. അപ്പോഴാണ്
നമ്മളൊരു വലിയ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഈമാൻ്റെയും സ്വാലിഹ അമലിൻ്റെയും പ്രതിനിധിയായി മാറുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല അവനും പൊരുത്തപ്പെട്ട രൂപത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനും ഈ ഇന്ത്യ രാജ്യത്തിനും അതുപോലെ ഈ ഉമ്മത്തിനും എല്ലാ ജനങ്ങൾക്കും സാഹിത്യത്തിലൂടെ കലാപരമായ പ്രവർത്തനങ്ങളിലൂടെ സേവനം ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ഈ പരിപാടി എല്ലാവരുടെയും സമ്മതത്തോടെ നമുക്കിവിടെ ഉദ്ഘാടനം നടത്തുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.